ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഫ്രീനാസ് വ്ളോഗ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഉള്ളിത്തീയിലാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി കുറച്ച് ചെറിയുള്ളി തോലൊക്കെ കളഞ്ഞ് ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടി വട്ടത്തിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം. ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചാൽ ചെറിയുള്ളി ഇതിലേക്ക് ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച പച്ചമുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അടച്ച് വെച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുളിയൊക്കെ ചെക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളി ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച പുളിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പുളിയെല്ലാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കറി ഒന്ന് തിളച്ച് നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് വരുന്നത് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിതിപ്പോൾ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പി ആട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് ഇനി കാണാം. ഓക്കെ, ബൈ.